ഇന്ത്യയുടെ ഡിഫൻസ് രംഗത്തെ വളർച്ച ഇനി ആയുധങ്ങളിൽ മാത്രമല്ല, മറിച്ച് സിഗ്നലുകളിലും സിസ്റ്റങ്ങളിലും കൂടിയാണ്. ആത്മനിർഭർ ഭാരത്, ടെക്നോളജി ആംബിഷൻ, ഉയരുന്ന എക്സ്പോർട്സ് ഇവയെല്ലാം ചേർന്ന് ഇന്ത്യയുടെ ഡിഫൻസ് 2047 ബ്ലൂ പ്രിന്റിനെ നയിക്കുമ്പോൾ ഈ സാങ്കേതിക പരിവർത്തനത്തിന്റെ കോർ ഏരിയയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ഡീപ് ടെക് സ്പെഷ്യലിസ്റ്റ് കമ്പനിയുണ്ട്. ഡിഫൻസ് മേഖലയിലെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി മാറുമ്പോൾ ആ മാറ്റത്തെ ശക്തിപ്പെടുത്തുന്നത് റഡാറുകളും മിസൈൽ ഇലക്ട്രോണിക്സും ഉൾപ്പെടെയുള്ള സാങ്കേതിക പരിവർത്തനത്തിന്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനി. റേഡിയോ ഫ്രീക്വൻസി മൈക്രോവേവ് സ്പെഷ്യലിസ്റ്റായ ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ് ആണ് ഇന്നത്തെ നമ്മുടെ സ്റ്റോക്ക്. വെൽക്കം ബാക്ക് ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് സ്റ്റോക്ക് ഡിസ്കവറി. ആത്മനിർഭർ ഭാരത്, ടെക്നോളജി അംബിഷൻ, ഒപ്പം റൈസിംഗ് എക്സ്പോർട്ട് എന്നിവയാൽ നയിക്കപ്പെടുന്ന ജനറേഷണൽ ട്രാൻസ്ഫോർമേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സെക്ടറാണ് ഡിഫൻസ് എന്നാണ് KPMGയുടെ 2047 ഡിഫൻസ് ബ്ലൂ പ്രിന്റ് വ്യക്തമാക്കുന്നത്. ഇവിടെ പ്രധാനമായും 3 ഒബ്ജക്റ്റീവാണ് റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ആദ്യത്തേത് 2032 റിസർച്ചിലും ഡെവലപ്മെന്റിലും മാനുഫാക്ചറിംഗിലും സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ്. അടുത്തത് 2038 ഡിഫൻസ് മേഖലയിലെ ടോപ്പ് 5 എക്സ്പോർട്ടിൽ ഒരാളായി ഇന്ത്യ മാറുക. അവസാനത്തേതായി വരുന്നത് ഗവൺമെന്റ്, ആംഡ് ഫോഴ്സസ്, ഇൻഡസ്ട്രി, അക്കാഡമിയ ആൻഡ് ഗ്ലോബൽ പാർട്ട്നേഴ്സ് എന്നിവയുടെ നേതൃത്വത്തിൽ നീഷായിട്ടുള്ള ഡിഫൻസ് ടെക്നോളജി മേഖലയിൽ 2045 കൂടി ലീഡർഷിപ്പ് കൊണ്ടുവരിക എന്നതുമാണ്. ആസ്ട്ര മൈക്രോവേവ് പോലുള്ള കമ്പനികൾക്ക് റഡാറുകൾ, ഇലക്ട്രിക് വാർഫെയർ, സ്പേസ് ആൻഡ് മിസൈൽ ഇലക്ട്രോണിക്സ് എന്നിവയിൽ ഒരു ലോങ് റൺവേ സൃഷ്ടിക്കുന്നുണ്ട്. ഇറക്കുമതികൾക്ക് പകരം തദ്ദേശീയ ഉപസിസ്റ്റങ്ങളും സമ്പൂർണ്ണ സംവിധാനങ്ങളും സ്ഥാപിക്കലാണ് അവിടെ ഇന്ത്യ ആഗ്രഹിക്കപ്പെടുന്നത്. ഇതുകൂടാതെ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറിന്റെ ഉയർന്നു വരുന്ന ഇമ്പോർട്ടൻസും ഹൈ പെർഫോമൻസ് റേഡിയോ ഫ്രീക്വൻസി ആൻഡ് മൈക്രോവേവ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ആവശ്യകതയും കണക്കിലെടുക്കുമ്പോൾ ആസ്ട്ര മൈക്രോവേവ് എന്ന കമ്പനിയുടെ വളർച്ചാ സാധ്യതകളും അനവധിയാണ്. അഡ്വാൻസ് വാർഫെയറിൽ റേഡിയോ ഫ്രീക്വൻസിയും മൈക്രോവേവ് സബ് സിസ്റ്റംസും സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. അതായത് ലോങ് റേഞ്ച് എയർ ആൻഡ് മാരിടൈം സർവൈലൻസ് മുതൽ മിസൈൽ ഗൈഡൻസ് വരെ ഈ ടെക്നോളജിയാണ് കൂടുതലായും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കമ്പനിയുടെ ബിസിനസ് മോഡൽ നമുക്കൊന്ന് പരിശോധിക്കാം. RF മൈക്രോവേവ് സബ്സിസ്റ്റങ്ങളിൽ ഒരു സ്പെഷ്യലിസ്റ്റായി ആരംഭിച്ച ആസ്ട്ര മൈക്രോവേവ് ഫുൾ സിസ്റ്റംസ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷനിലേക്കുള്ള വാല്യൂ ചെയിനിലേക്ക് സ്റ്റഡിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. റഡാർസ്, ഇലക്ട്രോണിക് വാർഫെയർ, മിസൈൽ ഇലക്ട്രോണിക്സ് ആൻഡ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്നിവയിലേക്കുള്ള റേഡിയോ ഫ്രീക്വൻസി, മൈക്രോവേവ് സബ്സിസ്റ്റംസ് എന്നിവ നിർമ്മിക്കുന്നതാണ് ഈ കമ്പനിയുടെ കോർ ഓപ്പറേഷൻസിൽ വരുന്നത്. ആൻറ്റി ഡ്രോൺ സിസ്റ്റംസ്, ടെലിമെട്രി ആൻഡ് ട്രാക്കിംഗ് എക്യുപ്മെൻറ്റ് ആൻഡ് AI ബേസ്ഡ് വെതർ പ്രൊഡക്ട്സ് എന്നിവയിലേക്കുള്ള സീക്കർ ഇലക്ട്രോണിക്സും കമ്പനി നിർമ്മിച്ചു വരുന്നുണ്ട്. ഹൈദരാബാദിലെയും ബാംഗ്ലൂരുവിലെയും ഡിസൈൻ സെൻറ്ററുകളിലൂടെയും നിർമ്മാണ സൗകര്യങ്ങളിലൂടെയുമാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. DRDO, ഡിഫൻസ് PSU, ആർംഡ് ഫോഴ്സസ്, സ്പേസ് ആൻഡ് മീറ്റിയോറോളജി ഏജൻസീസ് എന്നിവരാണ് ഈ കമ്പനിയുടെ കോർ ക്ലയൻസ്. കമ്പനിയുടെ റവന്യൂ മിക്സ് പരിശോധിക്കുമ്പോൾ 86% വരുമാനവും കംപ്ലീറ്റ്ലി ഡിഫൻസിൽ നിന്നുമാണ്. 10% എക്സ്പോർട്ടും ബാക്കിയുള്ളവ സ്പേസ് ആൻഡ് മീറ്റിയോറോളജി എന്നിവയിൽ നിന്നുമാണ്. ഇനി കമ്പനിയുടെ അവസാന 4 വർഷത്തെ ഫൈനാൻഷ്യൽസ് നോക്കുമ്പോൾ പോസിറ്റീവ് ട്രെൻഡാണ് കാണാൻ സാധിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2021 750 കോടിയിൽ നിന്നും 1051 കോടി രൂപയാണ് വരുമാനം റിപ്പോർട്ട് ചെയ്തത്. ഏകദേശം 8% CAGR മുന്നേറ്റമാണ് വരുമാനത്തിൽ ഉണ്ടായത്. കമ്പനിക്ക് പല വാല്യുബിൾ ഓർഡറുകൾ വരുന്നുണ്ടെങ്കിലും നിലവിലെ ക്യാപെക്സ് കപ്പാസിറ്റി വെച്ച് സെയിൽസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കമ്പനിക്ക് ഒരൽപ്പം ഹെഡ്വിൻഡ്സ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് സെയിൽസ് ഗ്രോത്ത് കമ്പാരിറ്റീവ്ലി മോഡറേറ്റായി ഇവിടെ കാണുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും സമാനമായ പെർഫോമൻസുമാണ് കമ്പനി കാഴ്ചവെക്കുന്നത്. ഇതേ കാലയളവിൽ 77 കോടി രൂപയിൽ നിന്നും 2025 ആയപ്പോഴേക്കും 269 കോടി രൂപയായി ഉയർന്നു. അപ്രോക്സിമേറ്റ്ലി 36% CAGR ഗ്രോത്ത്. മോഡറേറ്റായ സെയിൽസ് ഗ്രോത്ത് ഉണ്ടായിട്ടും എഫക്റ്റീവായ കോസ്റ്റ് മാനേജ്മെൻറ്റ് നടന്നതുകൊണ്ടുമാണ് കമ്പനിക്ക് സ്ട്രോങ് ആയ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചത്. നെറ്റ് പ്രോഫിറ്റിൻ്റെ കേസിൽ ഫൈനാൻഷ്യൽ ഇയർ 2021 29 കോടി രൂപയിൽ നിന്നും 154 കോടിയായാണ് വർദ്ധിച്ചത്. ഇവിടെ 52% CAGR ഗ്രോത്ത് കമ്പനി കാഴ്ചവെച്ചു. ഈ കമ്പനിയെക്കുറിച്ചുള്ള മാനേജ്മെൻറ്റ് ഗൈഡൻസും ഔട്ട്ലുക്കുമാണ് അടുത്തത്. കുറച്ചധികം ഒപ്റ്റിമിസ്റ്റിക് ആയ പോയിന്റുകൾ എന്താണെന്ന് കൂടി ഇൻവെസ്റ്റേഴ്സ് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഫിനാൻഷ്യൽ ഇയർ 2026 ആസ്ട്ര മൈക്രോവേവ് ഏകദേശം 25% റവന്യൂ ഗ്രോത്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്.
ജോയിന്റ് വെഞ്ചറായ ആസ്ട്ര റാഫേൽ കോംസീസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്നും അടുത്ത 6-7 മാസങ്ങളിൽ 800 മുതൽ 850 കോടി ഓർഡർ ഉണ്ടായേക്കാമെന്നാണ് കരുതുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2026 ഈ ജോയിന്റ് വെഞ്ചറിൽ നിന്ന് മാത്രം ഏകദേശം 350 കോടി റവന്യൂ ഉണ്ടാകുമെന്നും മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. കമ്പനി തലത്തിൽ 3 മുതൽ 4 വർഷത്തിനകം വരുമാനം ഡബിൾ ചെയ്യാൻ കഴിയുമെന്ന് മാനേജ്മെന്റ് പറയുന്നു. ഫിനാൻഷ്യൽ ഇയർ 2026 1150 മുതൽ 1200 കോടി റവന്യൂ ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. മാർജിൻസ് ഏകദേശം സ്റ്റേബിൾ ആയിരുന്നു. ICICI റിപ്പോർട്ട് പ്രകാരം ഫിനാൻഷ്യൽ ഇയർ 2025-27 കാലയളവിൽ 21% റവന്യൂ CAGR-ഉം 24% PBT CAGR-ഉം പ്രതീക്ഷിക്കുന്നു. എബിറ്റ മാർജിൻസ് ലോ ടു മിഡ്, അതായത് 20% റേഞ്ചിൽ തുടരുമെന്നും കണക്കാക്കുന്നുണ്ട്. വിഷൻ 2047 ഓപ്പർച്യൂണിറ്റി അച്ചീവ് ചെയ്യാൻ ആസ്ട്ര മൈക്രോവേവ് എന്നീ കമ്പനിക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മോഡാണ് ഉള്ളത്. ഫിനാൻഷ്യൽ ഇയർ 2026 85 കോടി ക്യാപെക്സ് നടത്താൻ കമ്പനി പദ്ധതിയിടുമ്പോൾ ഇതിൽ 45 കോടി പുതിയ മെഷീനറി ആൻഡ് എക്യുപ്മെന്റിനും 40 കോടി പുതിയ ഫെസിലിറ്റീസും പ്രോജക്ട് സ്പെസിഫിക് ഇൻഫ്രാസ്ട്രക്ചറിനും വേണ്ടിയാണ് കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത്. കമ്പനി സ്പേസ് സെഗ്മെന്റിന് ശ്രദ്ധ നൽകാൻ ആസ്ട്ര സ്പേസ് യൂണിറ്റ് നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നുള്ള സപ്പോർട്ടോടെ ബാംഗ്ലൂരിൽ അസംബ്ലി ആൻഡ് ഇൻ്റഗ്രേഷന് പ്രത്യേക പരിശീലനം ലഭിച്ച ജീവനക്കാരെ നിയമിച്ചിരിക്കുകയാണ്. ഇനി കമ്പനിയുടെ ഫണ്ടിംഗ് കാര്യങ്ങളിലേക്ക് വന്നാൽ കമ്പനി ഇന്റേണൽ ആക്വറൽസും ബോറോവിങ്സുമാണ് യൂസ് ചെയ്യുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിനും ക്യാപെക്സിനും വേണ്ടി ബോറോവിങ്സ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടും ലിവറേജ് മോഡറേറ്റ് ആയ നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2025 കണക്കുകൾ പ്രകാരം നെറ്റ് ഡെപ്റ്റ് ടു എബിറ്റ 1-ൽ താഴെയാണ്. വരുമാനം ഉയരുന്നതിനൊപ്പം ഇത് ഇനിയും കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ലാഭം മെച്ചപ്പെടുന്നതും ശക്തമായ ഓർഡർ വിസിബിലിറ്റിയും ഡിഫൻസ് മാനുഫാക്ചറിങ്ങിനെ പിന്തുണയ്ക്കുന്ന ബാങ്കിംഗ് എൻവയോൺമെന്റ് കൂടി നോക്കുമ്പോൾ ആസ്ട്രയ്ക്ക് ക്യാപെക്സും R&D പദ്ധതികളും സുരക്ഷിതമായി ഫണ്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ 2047 ഡിഫൻസ് ബ്ലൂ പ്രിന്റിൽ ഇൻഡിജീനസ് R&D, ഹൈ എൻഡ് ഇലക്ട്രോണിക്സ്, ഗ്ലോബൽ എക്സ്പോർട്ട് എന്നിവയ്ക്ക് മുൻതൂക്കം നൽകുമ്പോൾ RF ആൻഡ് മൈക്രോവേവ് എക്സ്പെർട്ടൈസ് ആവശ്യമായ ഈ മേഖലയിലാണ് ആസ്ട്ര മൈക്രോവേവ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആസ്ട്ര ഇതിനകം കോമ്പീറ്റന്റ് സപ്ലയറിൽ നിന്നും സബ് സിസ്റ്റംസ് ആൻഡ് എമർജിംഗ് സിസ്റ്റം ഇൻ്റഗ്രേറ്റർ ആയി മാറിയിട്ടുണ്ട്. ഡിഫൻസ് ഹെവി റവന്യൂ മിക്സ് കൊണ്ടും മാർജിൻസ് മെച്ചപ്പെടുന്നതിലും കമ്പനി മുൻനിരയിൽ തന്നെയാണ്. ഇക്കഴിഞ്ഞ 3 വർഷത്തിലും റവന്യൂ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എന്നിവയിലെല്ലാം സ്റ്റേബിൾ ഗ്രോത്ത് പ്രകടമാക്കിയിട്ടുണ്ട്. ഓർഡർ ബുക്ക് മെച്ചപ്പെടാനും ഡിഫൻസ് ഷെയർ ഉയരുന്നതിലേക്കും ഇത് കാരണമായി. Q2 ഫിനാൻഷ്യൽ ഇയർ 2026 റവന്യൂ ഡിപ്പ് സ്പേസ് പ്രോജക്റ്റിൽ ചെറിയ എക്സിക്യൂഷൻ ഇഷ്യൂ കൊണ്ട് സംഭവിച്ചു എന്നതിനാൽ തന്നെ അത് പ്രശ്നമായി കണക്കാക്കാൻ സാധിക്കില്ല. ഡിഫൻസ് മേഖലയിലെ ഇന്ത്യയുടെ വളർച്ച ഇനി ആയുധങ്ങളിൽ മാത്രമായിരിക്കില്ല. ഈ മാറ്റത്തിന്റെ കോർ ഏരിയയിൽ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ ഡീപ് ടെക് കമ്പനിയാണ് ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ്. ശക്തമായ ടെക്നോളജി കേപ്പബിലിറ്റി, വർദ്ധിച്ചു വരുന്ന ഡിഫൻസ് ഓർഡേഴ്സ്, ആത്മനിർഭർ ഭാരത് നയത്തിന്റെ പിന്തുണ ഇവ ചേർന്ന കമ്പനിക്ക് ലോങ് ടൈം വളർച്ചാ സാധ്യത സൃഷ്ടിക്കുന്നു. ഓർഡർ വിസിബിലിറ്റിയും എക്സിക്യൂഷൻ സ്ട്രെങ്ത് കൂടി ഒത്തുചേരുമ്പോൾ കമ്പനിയുടെ സാധ്യതകൾ വളരെ വലുതാണ്. ഭാവിയിൽ ഒരു പോസിബിൾ അപ്മൂവ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്റ്റ് എന്ന് ഓർക്കുക. ഇത് ഒരു നിക്ഷേപ ഉപദേശമല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾക്ക് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിനെയോ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുടെയോ കൃത്യമായ നിരീക്ഷണം തേടുക. ഇത്തരം വളർച്ചാ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്കുമായി വീണ്ടും സ്റ്റോക്ക് ഡിസ്കവറിയുടെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. സ്റ്റേ ട്യൂൺ.